ഹലോ. ഹലോ. ഉം. ആ ഉം. ഏ എന്നിട്ട് ആ ആ അതുണ്ട്. ഇവിടെ രണ്ടാള് ഉണ്ടായിരുന്നു. പോയി ഇറങ്ങി പോകുമ്പോ ഓള് വന്നെ. ഷോപ്പിലുള്ള ഷോപ്പിൽ അതുണ്ട്. അല്ല, ഞാൻ ഒരു കാര്യം കണ്ടിട്ട് പറയാൻ വിളിച്ചു. അതെ, ഞാൻ ഇന്നത്തെ കഥേന്റെ ബാക്കി പറയാനാന്നു. അതല്ല. അതിന്റെ ബാക്കി പറയണം കേട്ടാ. അതിന്റെ ബാക്കി പറയണോന്ന്. അതുകൊണ്ട് നീയല്ലേ പറയണ്ടേ? അത് ഞാൻ അതുകൊണ്ട് ഇത് എന്തെന്ന് കണ്ട കാര്യം പറയാം. തുണിയെടുക്കാൻ വേണ്ടി ടർഫിൽ പോയി. അപ്പൊ നമ്മളെ വീടിന്റെ ബാക്കിൽ ആ നായിയുടെ വീട്ടിലെ ചെക്കനില്ലേ, അന്ന് നീ പറഞ്ഞേ. അന്നേതപ്പോ പെണ്ണിനെയും കൂട്ടിട്ട് വന്നു ചെക്ക്. നീ ഇത് കാണാനായിട്ട് പോയതാണ്? ഇത് ദിവസമുള്ള പരിപാടിയൊന്നും അറിയില്ല. ഞാൻ കാണുമ്പോ ഇന്ന് കണ്ടതില്ലേ. മുമ്പ് എനിക്ക് മറ്റേ ഇത് മുരിങ്ങാക്കൊല കാണിച്ചേരെന്ന് പറഞ്ഞേക്കണല്ലേ? അതന്നെ. എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരു പെണ്ണിനെയും കൂട്ടി വന്നിട്ട് എന്തെല്ലോ കളിയൊക്കെ കളിച്ചെന്ന് പറഞ്ഞേ. ഇന്ന് നോക്കുമ്പോ ഏതാ കളി എനിക്ക് അന്ന് ചെന്നോക്കറായിരുന്നു. അവിടെ എന്തായാലും ചെന്നോക്കായിരുന്നില്ലേ? ചെന്നോക്കാണ്. ഞാൻ എന്നിട്ട് ടെറസിനെ കുറേ സമയം നോക്കി നിന്നു. കളി കണ്ടിട്ട് എനക്കൊന്നും പറയണ്ട. നമ്മളെ വീടിന്റെ തൊട്ട് ബാക്കിലാണ്. കുറച്ചെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു കാണുന്ന ദൂരത്തിൽ തന്നെ കണ്ടിരുന്നു പറയാം. ഞാൻ മറിഞ്ഞു നിന്ന് നോക്കി. കണ്ടിട്ട് നോക്കുമ്പോ നിന്റെ വീട് മാത്രം വേറെ ആളൊന്നുമില്ലേ? അതെ. പിന്നെ ഈ മുന്നില് അങ്ങോട്ടാണ്, കുറച്ചങ്ങോട്ട് അത് വീട്. സൈഡായിട്ട് കാണൂല. പിള്ളേരെ പറയാനും കാണൂല. നമ്മളെ വീട് അതിന്റെ ബാക്കില്. എന്നിട്ട് ഞാൻ പറയുന്നത് കേക്ക്. എന്നിട്ട് നോക്കുമ്പോ ഇപ്പൊ ഉണ്ട് ഇക്ക വരുന്നു ടെറസിൽ. നീ നോക്കിട്ട് പറഞ്ഞ കാണാതുണ്ട്, താഴെ കാണാതുണ്ട്. കൊറേ സമയമായില്ല ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അപ്പൊ ഇത് നല്ല താഴോട്ട് കാണാനായിട്ട് ഇക്ക ഇത് നോക്കുമ്പോ കയറി വരുന്നു. അയ്യ ഇക്കനെ വിളിച്ചിട്ട് കാണിച്ച് ഒരു കളി കണ്ടിട്ട് വാന്ന് പറഞ്ഞു. ഞാൻ ഇക്കാക്ക് കാണിച്ചു വിട്ടു. ഞാൻ പറഞ്ഞു, ഇക്കയോട് പറഞ്ഞു ഇതാണ് കളി എന്ന് പറഞ്ഞു. രണ്ടാളും നോക്കി നിൽക്കുവേ. എന്നിട്ട് ഞാനിക്കോട് പറഞ്ഞു നമ്മക്കൊരു കളി കളിച്ചാലോ. അപ്പൊ ഇക്കാക്ക് സമ്മതോ? ഈ കളിയെല്ലാം കണ്ടിട്ടായിരിക്കും ആരെങ്കിലും ഇത് കണ്ടിട്ട് എന്ന് പറയണ്ടേ. അതിന് മാത്രമുള്ള കളി കുറച്ചും കൂടെ അടുത്ത് അവിടെ ഗൾഫ് കയറും ബൈനോക്കുലർ കൊണ്ടായില്ല. ബൈനോക്കുലറൊന്നും വേണ്ട കാണാൻ. കുറച്ചും കൂടെ അടുത്ത് കിട്ടൂലേനോ? ഞാൻ ശരിക്കും കാണും. എന്നിട്ട് നോക്കുമ്പോ പിള്ളേര് പൂവും കായെല്ലാം പറിക്കുന്നുണ്ട് കളിക്കുന്നതിനടുത്ത്. പറയേണ്ട കൊതിയാകുന്നു ഈ കളി കണ്ടിട്ട് എനക്ക് കൊതിയാകുന്നു കളിക്ക്. നീ പിന്നെ കളിക്കാൻ വേണ്ടി ജനിച്ചൊരു ആളാണല്ലോ. പയ്യനെ ഇക്കാനെ വിളിച്ച് ഇക്കയോട് പറഞ്ഞു നമുക്കൊരു കളി വെച്ചാലോ. അപ്പൊ ഇക്കാക്ക് സമ്മതം. അതുണ്ട് ഇതെല്ലാം കണ്ടിട്ട് ഇതാണ് കളി കണ്ടാന്ന് പറഞ്ഞു. ശരിന്ന് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ കളിച്ചു പോയിട്ട് അതൊരുമാതിരി പരിപാടി.
അപ്പൊ എനിക്ക് ഒരു കാര്യം ഉറപ്പായില്ലേ, സംശയമൊന്നുമില്ല എന്നുള്ള ഒരു കാര്യം ഉറപ്പിച്ചൂടെ നേരം ഞാൻ പറഞ്ഞു. ഇത് ഇങ്ങനെയെല്ലാം കാണുമ്പോ ഒരു കളിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടെന്നു. അപ്പൊ ആ ചെക്കനോട് നാളെ തന്നെ കാണുമ്പോ ഒരു നന്ദി പറയണം കേട്ടോ. അതുകൊണ്ട് ഇന്ത്യക്കാ ഒന്ന് കളിക്കാനുള്ള അവസരം കിട്ടിയില്ലേ ഇക്കാനെയും കൊണ്ട്. ഗോളടിച്ച് ഉള്ളതന്നെ. അപ്പൊ ഇയാൾക്ക് അങ്ങനെ എന്തെങ്കിലും കണ്ടാലായിരിക്കും കേട്ടാ കളിക്കാൻ ആവേശം മുക്കുക. ഫോണിൽ നോക്കിട്ട് മറ്റേ ഇതെല്ലാം കളിക്കുന്നു. ഞാൻ വിചാരിച്ച് അപ്പൊ തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളാണോ വിചാരിച്ചേ. അതൊക്കെ നിന്റെ ഇക്കാന്റെ കളി കാണണ്ടായിരുന്നു. എനിക്ക് കേട്ട് കളിക്കുമ്പോ ഒരു ഫോൺ അടിക്കുന്ന ഓണാക്കി വെച്ചോടിയിരുന്നു. ഞാനിപ്പോ നോക്കി അതൊന്ന് കണ്ടൂടെ, എന്തായാലും അതൊക്കെ വിലയിരുത്താമല്ലോ ഇക്കാന്റെ കളിയൊക്കെ ഉണ്ട്. അത് നല്ല കളി അത് നല്ല കളി തന്നെയാണ്. ശരി. അപ്പൊ പിള്ളേരെ കൊണ്ട് എനിക്ക് ഗുണായി. കണക്ക് പറഞ്ഞാല് പിള്ളേരെ കൊണ്ട് അനക്ക ഗുണമായി. അപ്പൊ അതാ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ രണ്ടാളെ കൊണ്ട് അർജന്റീന പോയി ഇരുന്ന് വന്നാല് അല്ല നോക്കി വന്നൂടെ. ഉള്ള ദിവസം നല്ല തീരും. കോപ്പ് നിന്റെ ഇത് കൂടെയല്ലേ നമ്മളെ ചാൻസ് ഇല്ലാണ്ടാക്കണം. ഓരോന്ന് പറയാൻ കണ്ടേ. അല്ല ഒന്നുമില്ല, ഇത് പറയാനാണോ വിളിച്ചേ? ഞാൻ വിചാരിച്ച് എനിക്ക് നല്ല സന്തോഷമുള്ള കാര്യല്ലേ. എനിക്ക് സന്തോഷമുണ്ട്, പക്ഷെ എന്റെ സന്തോഷം പോയില്ലേ. ഇത് കാണുന്നതിനെല്ലാം ഓക്കെ, നിക്ക കയറി വന്നപ്പോ തന്നെ പോയി. എന്റെ സന്തോഷം പോയില്ലേ. സന്തോഷം കൂടി. അതെന്ത് പരിപാടിയാണെന്നായിരുന്നു. അല്ല ഞാൻ ഇത്രയും വിചാരിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ച എനക്ക് നല്ല ഇത് കിട്ടി. വേറെ ദേഷ്യപ്പെട്ടിട്ടൊന്നുമില്ല. കുറ്റം പറഞ്ഞില്ല. ഞാനേ നല്ല ഇതിലാന്ന് കൂട്ടിട്ട് പോയി കാണിച്ചു കൊടുത്തത്. ഒരു സംഭവം കാണിച്ചു പിന്നെ എന്നോട് പറഞ്ഞു ഇത് കളി നോക്കിയിരുന്നു. അല്ല അങ്ങനെ പറഞ്ഞല്ലോ. ആ പിള്ളേരെന്ന് പണിയെടുത്തെന്ന് പറഞ്ഞില്ല. ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. കളിച്ചോട്ട് അപ്പൊ എന്റെ കാരനൊന്നും ശ്രദ്ധിക്കുന്ന നല്ലതാട്ടാ. ഒന്നുമില്ല, അങ്ങനത്തെ എല്ലാം സപ്പോർട്ട് ആയൊരു മനസ്സാണെന്നെങ്കിൽ പിള്ളേരെ കളിക്കെല്ലാം സപ്പോർട്ട് ചെയ്യുന്നൊരു മനസ്സാണെന്നെങ്കിൽ കുശുമ്പൊന്നുമില്ല. നീ ശ്രദ്ധിച്ചോട്ടാ. ഇയാളെവിടെയും പുറത്തെല്ലാം പോയിട്ട് കളിക്കുന്നുണ്ടാവും കേട്ടാ. അല്ലല്ല അത് ഉറപ്പായിരിക്കും. എല്ലാണ്ട് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല ആരും. അപ്പാട് നിന്നെയും കൂട്ടി പോയിട്ട് കളിക്കുവാന്ന് പറഞ്ഞാല് കൊറേ ദിവസമായല്ലോ മലപ്പുറത്ത് പോയിട്ട് വന്നേരേ പിന്നെ അങ്ങനെ ഇല്ലല്ലോ. കക്കൂന്ന് കളിക്കണം തോന്നിയിട്ടുണ്ടോ ആ കളി കണ്ടേ? നീ വേറെ തുണിയെടുക്കാൻ പോകുമ്പോ ഏത് രീതിയിലാണ് ഉള്ളത്? നീ മേലെ തുണിയെടുക്കാൻ പോകുമ്പോ ഏത് രീതിയിലാണ് ഉള്ളത്? അല്ല മൂടി പൊതിച്ചൊന്നുമല്ലല്ലോ. മൂടി പൊതുക്കലൊന്നുമില്ല. അതുകൊണ്ടാണ് കാക്ക് കളി വന്നത്. അങ്ങനെയല്ലേ കാണല്? അതല്ല രാത്രി കാണുന്ന എങ്ങനെയല്ല, അത് ചില നേരത്തുന്ന നീ ആയതുകൊണ്ട് ഞാനേ അപ്പൊ ഇട്ട ഡ്രസ്സില്ലേ
നല്ല എന്താ പറയണ്ടേ, കാണാനും കുറച്ച് ഇതുള്ള ഡ്രസ് ചെയ്യും. അതെല്ലാം സ്വാധീനിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇക്കാക്ക് തോന്നിയിട്ടുണ്ടാവും ഇപ്പം കളിക്കാൻ പറ്റിയ ഡ്രസ്സിലാ ഉള്ളെ, ഒന്ന് കളിച്ചാളിയാ. ഇതും കൂടി കണ്ടേരോ അതങ്ങനെ കളി കണ്ടോണ്ടിരിക്കുമ്പോ കാണുന്നോട്ടൊക്കെ കളിക്കാൻ തോന്നും. അതുമാതിരി കളി. എനിക്കെന്നാ